രേണുസുതി രേണുസുതി രേണുസുതി. കഴിഞ്ഞ കുറേ ദിവസമായി സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരേ ഒരു പേര് നമ്മുടെ വളർന്നു വരുന്ന പ്രിയപ്പെട്ട കലാകാരി രേണുസുതിയുടെ പേരാണ്. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദേഷ്യം തോന്നിയിട്ടുണ്ടാവും. നിങ്ങൾ എന്തിനാ അവരെ വളർന്നു വരുന്ന കലാകാരി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്നതെന്ന്. പക്ഷേ നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ഈ ചോദ്യം ഒന്ന് ചോദിച്ചു നോക്കൂ. എന്താണ് രേണുസുതി എന്ന് പറയുന്ന കലാകാരി ചെയ്ത തെറ്റ്? എത്രയോ സോഷ്യൽ മീഡിയയിൽ ഓരോ സ്ത്രീകളും പുരുഷന്മാരും പല മോശം വീഡിയോസ് ചെയ്യുന്നു. നേക്കഡായിട്ടും അല്ലാതെയും പല ശരീരഭാഗങ്ങൾ കാണിച്ചുകൊണ്ടും ഒക്കെ ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് ഇല്ലേ? അതിൻ്റെയൊന്നും താഴെ വന്ന് ആരും ഒരുപാട് മോശം കമൻറ്റുകളൊന്നും രേഖപ്പെടുത്തുന്നില്ല. അവരൊക്കെ അവരെ സപ്പോർട്ട് ചെയ്ത് വളരൂ, നന്നാവൂ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഹാർട്ടും ലവും ഒക്കെ കൈമാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ രേണുസുതി എന്ന് പറയുന്ന ആ കലാകാരി എപ്പോഴാണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടതല്ലാതായി മാറിയത്? അവരുടെ ഭർത്താവ് മരിക്കുന്ന സമയത്ത് അവർക്കൊന്നുമില്ലായിരുന്നു. അവർ ഒരുപാട് കഷ്ടപ്പെട്ട് അവരുടെ ജീവിതത്തിൽ മുന്നേറുന്ന ഒരു സമയത്ത് അപ്പോൾ എന്താണ് അവർ ചെയ്തത്? ആൽബംസ് എടുത്തു. ഒരുപാട് ആൽബംസിൽ എന്താ പറയുക, തൻ്റെ ശൈലിക്ക് നിരക്കാത്ത രീതിയിൽ നിന്ന് വേണമെങ്കിൽ പറയാം, അതിൽ മോശമൊന്നും പറയാൻ പറ്റില്ല, അങ്ങ് അഭിനയിച്ചു. പക്ഷേ അഭിനയിച്ച് ഇപ്പോൾ സിനിമയിൽ കൂടെ എത്തി നിൽക്കുന്നു. നിങ്ങൾ ഈ പറയുന്ന ആരെങ്കിലും ഒരാൾ രേണുസുതിയുടെ വീട്ടിൽ പോയി ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള സാധന സാമഗ്രികൾ വാങ്ങിച്ചു കൊടുക്കുമോ? അവർക്ക് സഹായങ്ങൾ ചെയ്യുമോ? ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷേ നമ്മൾ ഒരുപാട് വിമർശിക്കും. അവർ അങ്ങനെ ആവരുത്, അവർ ഇങ്ങനെ ആകരുത്, അവർ ഇങ്ങനെ നടക്കുന്നു, അവർ ഈ വസ്ത്രം ധരിക്കുന്നു, അവർ ആ വസ്ത്രം ധരിക്കുന്നു. അതിന് പിന്നെ ഒറ്റ രൂപയുടെ ചിലവില്ലല്ലോ അല്ലേ? വെറുതെ ഇരുന്ന് അങ്ങനെ പറഞ്ഞാൽ മതി. ആ കലാകാരി വളരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമകളിലും ഡ്രാമകളിലും ഷോർട്ട് ഫിലിംസിലും റീൽസിലും ഒക്കെ അഭിനയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു വലിയ കോൺട്രവേഴ്സി ആയിരുന്നു. അവരുടെ ഹസ്ബൻഡിൻ്റെ എല്ലാ അവാർഡുകളും അവർ കട്ടിൻ്റെ ഉള്ളിലേക്ക് തിരികെ കയറ്റി വെച്ചു. എന്നിട്ട് അവരുടെ അവാർഡുകൾ എടുത്ത് മേശപ്പുറത്ത് നിർത്തി വെച്ചു. സുധി എന്ന് പറയുന്ന കലാകാരൻ്റെ ആ ഒരു എന്താ പറയുക, കഴിവിൻ്റെ പിന്നാമ്പുറം പിടിച്ചുകൊണ്ട് തന്നെയാണ് ആ സ്ത്രീയും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ സ്ത്രീ അറിയപ്പെട്ടതും. ഇന്ന് ആ സുധി എന്ന് പറയുന്ന കലാകാരൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർ ഒരു വീട്ടമ്മയായി തന്നെ ഒതുങ്ങിക്കൂടിയേനെ. പക്ഷേ ജീവിതത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് മുന്നേറുന്നവരെ എന്തിനാണ് ഇങ്ങനെ വിമർശിക്കുന്നത്? ഇപ്പോഴിതാ വീണ്ടും ഒരു വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നു. നമുക്കതെന്താണെന്ന് നോക്കിയിട്ട് വരാം. നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കിക്കോളാം. ഒരു സാധാരണ ഒരു വീട് പണിയുന്ന ഒരു കോൺട്രാക്ടറെ സംബന്ധിച്ച് അവരാണ് ഇത് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. നമ്മൾ അതിന്റെ ഫീസ് അടക്കാം. ഇനി ദാനം ചെയ്താണെങ്കിലും അല്ലെങ്കിലും ഞങ്ങൾ അതിന്റെ ഫീസ് അടച്ച് ഞങ്ങളത് ശരിയായിക്കോളാം. ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് അവർ തരേണ്ടതാണ്. അത് തരികയല്ല എന്ന് പറഞ്ഞു. ഇതാണോ ഒരു കുഞ്ഞുങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുത്ത് ഇത്ര ഇത് പറയുന്നത്? ആയിക്കോട്ടെ, ഞങ്ങൾക്ക് ഇവിടെ വീടും വേണ്ടൊന്നും വേണ്ട, ഞങ്ങൾ നാളെ കഴിഞ്ഞ് ഇവിടുന്ന് പോകും എടുക്കുക എന്ന് ചെയ്യണം. അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞു. ഈ സോഷ്യൽ മീഡിയയിൽ അല്ലെ ഇതുപോലെ ഫോൺ എടുത്തു വെച്ചോണ്ട് അങ്ങ് കയറി ഇരുന്നിട്ട് എല്ലാം ഞാൻ തികഞ്ഞവനാണെന്ന് ഒരിക്കലും ആരും കരുതരുത്. ഇന്ന് ഞാനിവിടെ ഇവിടെ വീഡിയോ എല്ലാം കാണിച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് ഈ തേപ്പും പൊട്ടി പൊളിഞ്ഞ് ഒഴുകുക മഴയത്ത്. നിങ്ങൾക്ക് കാണാം, ഇവിടെ ചാനൽ എടുത്തിട്ടുണ്ട്. നാളെ ഒന്നുകൂടെ ഞാൻ തൊട്ട് കാണിക്കാം. ഇപ്പൊ ഈ വോയിസ് മാത്രമല്ലേ കാണുന്നുള്ളൂ. ആൾക്കാർ ഈ പൈസ മുടക്കിയവരും ഞങ്ങൾക്ക് വീട് തന്നു, സുധിയുടെ കൊച്ചുങ്ങൾക്ക് വീട് തന്നു, അവരുടെ അപ്പൻ താമസിക്കുന്നു, അയൽപക്കക്കാർ താമസിക്കുന്നു, ഈ ബഹളം വയ്ക്കുന്ന ഈ ജനങ്ങളല്ല ഇതൊന്ന് കാണണം. ഇത്ര നാൾ ഞാൻ മിണ്ടായിരുന്നത് എന്നാന്നറിയോ? ദാനം തന്നതല്ലേ, നമ്മളെന്തിനാ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇകഴ്ത്തേണ്ട കാര്യമില്ല. നമുക്ക് പൈസ ഉണ്ടാകുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കുറേശ്ശെ ചെയ്യാം എന്ന് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞിരിക്കുകയായിരുന്നു. അന്നേരമാണ് ഇദ്ദേഹം രേണു പറഞ്ഞു പച്ചക്കള്ളം, ഞങ്ങൾ കൊല്ലംകാർ താമസിപ്പിക്കാൻ വേണ്ടിയാണ് ഇയാൾ വീടുണ്ടാക്കിയത്. അങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കൊല്ലം സുധിയുടെ മക്കൾക്കുള്ള വീട്. ഫ്ലവേഴ്സ് ചാനലിലെ കോമഡി സ്റ്റാർസ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിലെ ഒരു സ്ഥിരം കലാകാരനായിരുന്നു കൊല്ലം സുധി. അതുകൊണ്ട് തന്നെ കൊല്ലം സുധിയുടെ വേർപാടിൽ ഫ്ലവേഴ്സിൻ്റെ മുൻനിരയിലുള്ളവരും ശ്രീകണ്ഠൻ നായരും ഒക്കെ ചേർന്നാണ് ഇവർക്ക് ആദ്യം വീട് പണിഞ്ഞു നൽകാമെന്ന് പറഞ്ഞത്. പിന്നെയാണ് ഈ ഫിറോസ് എന്ന് പറയുന്ന ആൾ, അതായത് കേരള ഹോം ഡിസൈനിൻ്റെ
ചെയർമാനോ എന്തോ ഡയറക്ടറോ അങ്ങനെ ആയിട്ടുള്ള അവർ ആ വീട് പണിത് കൊടുക്കാമെന്ന് പറയുന്നത്. അതിനുശേഷമാണ് അവർ ആ വീട് പണിതതും കൊടുത്തതുമെല്ലാം. അവിടെയാണ് ആ അച്ഛൻ ഇരുന്ന് പരാതി പറയുന്നത്. എപ്പോഴോ രേണു കൊടുത്ത ചെറിയൊരു ബൈറ്റിലാണ് അവർ ആ വീട് ചോർന്നൊലിക്കുന്നു എന്നൊക്കെ പരാതി ഉന്നയിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ദാനമായി കിട്ടിയതിൻ്റെ അളവ് നോക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമാണ്. അത് നിങ്ങൾ ദാനമായി കൊടുത്തു കഴിഞ്ഞാലും അത് വൃത്തിയിലല്ലേ കൊടുക്കേണ്ടത്. നിങ്ങൾ ഇന്ന് ആ വീട് നൽകിയില്ലെങ്കിലും അവർ ഈ ഭൂമിയിൽ ജീവിക്കും, പല രീതിയിലും പല വേഷത്തിലും. പക്ഷേ നൽകിയതിനെക്കുറിച്ച് അത് അങ്ങനെ നൽകരുത് ഇങ്ങനെ നൽകരുത് എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഇന്ന് ആ ഫിറോസ് എന്ന് പറയുന്ന ആളുടെ ഒരു എന്താ പറയുക, സോഷ്യൽ മീഡിയയിൽ ഒരു റൈറ്റപ്പ് കണ്ടു. അത് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. ഇവർ ആവശ്യം ഉന്നയിച്ച കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം, ചോർച്ച മാറ്റാം, എവിടെയൊക്കെയോ പൊട്ടിയിട്ടുണ്ട് അതൊക്കെ ശരിയാക്കി കൊടുക്കാം, അവർ പറഞ്ഞ പല ആവശ്യങ്ങളും അതിൻ്റെ റെസീപ്റ്റ് നൽകാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ലൈസൻസ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ മാന്യമായ രീതിയിൽ ഒരു ചെറിയ റൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അവർ വിവാദങ്ങളിലേക്ക് പോകുമ്പോൾ പറയുന്ന നമ്മളൊക്കെ താഴേക്കടിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും വലിയ വായിൽ വർത്താനം പറഞ്ഞുകൊണ്ട് രേണു സുധിയെ സപ്പോർട്ട് ചെയ്യാൻ വരണ്ട എന്ന കമൻറ്റിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ പല രീതിയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. ഇവരുടെ രീതിയിൽ അധ്വാനിച്ച് ഏതെങ്കിലും രീതിയിൽ മുന്നേറുന്നതിന് നമുക്ക് എന്താണ് ഛേദം? പിന്നെ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ അങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെ ആവാൻ പാടില്ല എന്നൊന്നും പറയാൻ നമുക്ക് റൈറ്റില്ല. നമ്മൾ അങ്ങനെ ഒരു റൈറ്റ് അവരുടെ മേളിൽ വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് എന്തെങ്കിലും സാമ്പത്തികമോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിനോ വലിയ സഹായങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം. അവർ അധ്വാനിച്ച് അവരുടെ കുടുംബം പോറ്റുന്നു, മക്കളെ നോക്കുന്നു, അവർ ജീവിതത്തിൽ സന്തോഷിക്കട്ടെന്നേ. ഇങ്ങനെ മറ്റുള്ളവരെ വിമർശിച്ചും അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ ചെയ്തൊന്നും പറഞ്ഞിട്ടൊന്നും അവർ മുന്നേറേണ്ടൊന്നും ഇരിക്കില്ല. അവരുടെ ലൈഫിൽ അവർക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ അവർ എത്തിപ്പെടുക തന്നെ ചെയ്യും. ഈ പറയുന്ന നമ്മളെല്ലാവരും നാളെ ഭാവിയിൽ ചിലപ്പോൾ നല്ലൊരു സിനിമ നടിയായിട്ടോ അല്ലെ സഹനടിയായിട്ടോ ഒക്കെ ഈ രേണുവിനെ തന്നെ കാണേണ്ടി വരും. അപ്പോൾ നമ്മൾ ആരും ഒന്നും മിണ്ടില്ല. സെലിബ്രിറ്റികൾക്ക് എന്തും ആവാം. ഇങ്ങനെയുള്ളവർ വളർന്നു വരുമ്പോൾ അവരെ കുറ്റം പറയുന്നത് സ്വാഭാവികം. അതുകൊണ്ട് രേണു സുധി എന്ന് പറയുന്ന കലാകാരിയെ ഞാൻ ആത്മാർത്ഥമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. വിമർശിക്കേണ്ടവർക്ക് വിമർശിക്കാം, പക്ഷേ അവരുടെ കഴിവുകൾ അവരുടെ ഉള്ളിലുള്ളത്തോളം കാലം അവർ വളർന്നുകൊണ്ടേയിരിക്കും, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. നന്ദി.